പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾക്ക് 6 വയസ്സ് തികയുന്നതിന് മുമ്പ്, 6 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി ഓരോ കുട്ടികൾക്കും ഉണ്ടായിരിക്കേണ്ട നൈപുണ്യം, അടിസ്ഥാന ശേഷികൾ, ബേസിക് സ്കിൽസുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ 21 അടിസ്ഥാന കഴിവുകൾ ഓരോ കുട്ടികൾക്കും 6 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കണം. ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു കഴിവ് ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് ഇല്ലാതിരിക്കാൻ കാരണം എന്താണ് എന്ന് കണ്ടെത്തി കൃത്യമായ ചികിത്സയും പരിഹാരവും നൽകൽ നിർബന്ധമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോയാൽ കുട്ടിയുടെ പഠനത്തെയോ കുട്ടിയുടെ സ്വഭാവത്തെയോ കുട്ടിയുടെ മറ്റുള്ള ഓർമ്മശക്തിയോ ശ്രദ്ധ ഇങ്ങനെ പലതിനെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തേതാണ് 6 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഓരോ കുട്ടിക്കും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 21 കഴിവുകളിൽ ഒന്നാമത്തെ കഴിവാണ് നിറങ്ങൾ തിരിച്ചറിയുക. വ്യത്യസ്ത നിറങ്ങളുള്ള കളിപ്പാട്ടങ്ങൾ, 5 കളിപ്പാട്ടങ്ങൾ അവിടെ വെച്ച് ഇതിൽ പച്ച ഏതാണ്, പ്രൈമറി കളേഴ്സുകൾ, സാധാരണഗതിയിൽ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന നിറങ്ങൾ കുട്ടികളോട് ചോദിക്കുക. 5 നിറത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വെച്ച് കുട്ടികളോട് ചോദിക്കുന്നു, ഇതിൽ പച്ച ഏതാണ്, ഇതിൽ മഞ്ഞ ഏതാണ്, കറുത്തത് ഏതാണ്, ഇങ്ങനെ ചോദിക്കാം. കുട്ടികളോട് വസ്തുക്കളെ പേര് പറഞ്ഞ് നമുക്ക് ചോദിക്കാം. മരത്തിന്റെ ഇലകളുടെ കളർ ഏതാണ്, മുടിയുടെ കളർ ഏതാണ്, മുട്ടയുടെ കളർ ഏതാണ്, ഇങ്ങനെ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് കുട്ടികൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. 6 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പുള്ള കുട്ടികൾക്ക് ഈ കഴിവ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കഴിവാണ് വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ, ദൃശ്യ വിവേചനം. ഒരുപോലത്തെ 2 വസ്തുക്കൾ കാണിക്കുക. ചിത്രം വരക്കുന്നു, നമ്മൾ ഒരു പക്ഷിയുടെ ചിത്രം വരക്കുക, എന്നിട്ട് ഒരു പക്ഷിയുടെ കാല് നമ്മൾ വരക്കാതിരിക്കുക, എന്നിട്ട് കുട്ടിയോട് ചോദിക്കുക, ഇതിൽ 2 ചിത്രങ്ങളും ഒരുപോലെയാണ്, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന്. എന്നാൽ ഒരു പക്ഷിക്ക് കാല് ഇല്ല, മറ്റൊരു പക്ഷിക്ക് കാലും ഉണ്ട് എന്നിങ്ങനെ ഈ വ്യത്യാസം കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടോ? അതുപോലെ വലിപ്പമുള്ള 2 വസ്തുക്കൾ, ഒന്ന് ചെറുതും ഒന്ന് വലുതുമായ 2 വസ്തുക്കൾ കാണിച്ച് കുട്ടിയോട് ഇതിൽ ഏതാണ്, ഇതിൽ ചെറുതേതാണ്, അങ്ങനെ വലുതും ചെറുതും വ്യത്യാസം കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നീളമുള്ളതും അകലമുള്ളതും അങ്ങനെ വ്യത്യാസങ്ങൾ, ഷേപ്സുകൾ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിവുള്ള ആ ഒരു കഴിവ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. അക്ഷരങ്ങൾ എഴുതി നമുക്ക് പി എന്ന അക്ഷരവും ആർ എന്ന അക്ഷരവും എഴുതി ഈ 2 അക്ഷരങ്ങളും ഒരുപോലെയാണോ, വ്യത്യാസമുണ്ടോ? കാരണം ചെറിയ വ്യത്യാസമാണ് ഉള്ളത്. ആ കുട്ടികൾക്ക് ശരിക്കും നോർമൽ ലെവലിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു വ്യത്യാസം കുട്ടികൾക്ക് കണ്ടെത്താൻ കഴിയും. മൂന്നാമത്തെ കഴിവാണ് ദൃശ്യസ്മൃതി, വിഷ്വൽ മെമ്മറി. കണ്ട കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു അക്കങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ, ഏതെങ്കിലും വസ്തു കാണിച്ച് കണ്ട കാര്യങ്ങൾ പിന്നീട് ഓർത്തു പറയാനുള്ള ആ ഒരു കഴിവ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ പഠനത്തിൽ മുന്നേറാനും കഴിയുള്ളൂ. കാരണം നമ്മൾ ബോർഡിൽ സാധാരണ മെമ്മറി ടെസ്റ്റിലൊക്കെ വലിയ മുതിർന്ന കുട്ടികൾക്ക് 5 വസ്തുക്കൾ വെച്ചോ 5 അക്ഷരങ്ങൾ എഴുതിയോ അത് മായ്ക്കൊന്നു ആ കുട്ടിയോട് എഴുതാൻ പറയുന്നു. ആ കുട്ടികൾക്ക് കണ്ട കാര്യം അല്പസമയം കഴിഞ്ഞ് ഓർത്ത് പറയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അങ്ങനെ കണ്ടത് പറയാൻ കഴിവ് ആ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കണം. 4ാമത്തെ കഴിവാണ് ശരീര രൂപത്തെ തിരിച്ചറിയുക. അതായത് കൈ എവിടെയാണ്, മോന്റെ കൈ എവിടെ, മോന്റെ കണ്ണെവിടെ, മോന്റെ തല എവിടെ, മുടി എവിടെ, ഇങ്ങനെ ചെറിയ കുട്ടികളോട് നമ്മൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സാധാരണഗതിയിൽ ആ കുട്ടിക്ക് പഠനത്തിലും മറ്റു വിഷയങ്ങളിൽ വീഴാൻ കഴിയും. അങ്ങനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ പഠനത്തൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ശരീരഭാഗങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. കൈ ഏത് ഭാഗത്താണ്, കണ്ണ് ഏത് ഭാഗത്താണ്, കാൽ ഏത് ഭാഗത്താണ്, അങ്ങനെ ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ. അതെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ച് ഇതിൽ അച്ഛനേതാണ്, ഇതിൽ അമ്മേതാണ്, ഇങ്ങനെ ഓരോ ഫോട്ടോകൾ കാണിച്ചാൽ ആ കുട്ടിക്ക് അത് പറയാൻ കഴിയും. ആ രൂപങ്ങൾ, ശരീരത്തിൻ്റെ ആ രൂപങ്ങൾ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതുപോലെ കുട്ടിയുടെ ഫോട്ടോ, ജ്യേഷ്ഠാനുജത്തിമാരുടെ ഫോട്ടോകൾ കാണിച്ചാൽ ആ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ വീട്ടിൽ തന്നെ നമ്മൾ ഇതിൽ ഉപ്പ ആരാ, ഉമ്മയുടെ, അച്ഛനെവിടെ, ഇത്താത്ത എവിടെ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കുട്ടികൾ. അങ്ങനത്തെ രൂപങ്ങൾ തിരിച്ചറിയാൻ കുട്ടികൾക്ക് കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. 5ാമത്തേതാണ് ശരീരഭാഗങ്ങളുടെ പേരുകൾ കുട്ടികൾക്ക് അറിയണം. ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇതിനെന്താ പറയാ, ഇതിനെന്താ പറയാ, ഇതിനെന്താ പറയാ, ഇങ്ങനെ ഓരോന്നിന്റെ പേരുകൾ കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും തിരിച്ചറിയാനുള്ള കഴിവുകൾ കുട്ടിക്കുണ്ടായിരിക്കണം. 6ാമത്തേതാണ് ദൃശ്യപേശി സംയോജനം, ഐ ഹാൻഡ് കോർഡിനേഷൻ. കണ്ട ആ സമയത്ത് തന്നെ ചെയ്യാൻ കഴിയുക. ഉദാഹരണത്തിന് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ അത് കൈയുടെ സഹായം, കണ്ണിന്റെ സഹായം വേണം. അതുപോലെ ബോർഡിൽ നമ്മളൊരു അക്ഷരം എഴുതി കൊടുത്താൽ ആ അക്ഷരം നോക്കി പുസ്തകത്തിൽ എഴുതണമെങ്കിൽ കണ്ണിൻ്റെയും കൈയുടെ സഹായം ആവശ്യമാണ്. അങ്ങനെയുള്ള വസ്തുക്കൾ എഴുതാൻ കഴിയുക. ഒരു ബോൾ കുട്ടിക്ക് നമ്മൾ എറിഞ്ഞു കൊടുത്താൽ അത് പിടിക്കാൻ കഴിയുക. അപ്പോൾ കണ്ട സമയത്ത്, ആ കാണുന്ന സമയത്ത് ചെയ്യാൻ കഴിയുക, അത് ഒന്നിച്ച് ചെയ്യാൻ കഴിയുക.
അങ്ങനെയുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഏഴാമത്തതാണ് ഫൈൻ മോട്ടോർ സ്കില്ലുകൾ. മോട്ടോർ സ്കിൽസുകൾ രണ്ട് രൂപത്തിൽ: ഫൈൻ മോട്ടോർ, ഗ്രോസ് മോട്ടോർ. ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വിരൽ കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. പെൻസിൽ പിടിക്കാൻ കഴിയുക, പേന പിടിക്കാൻ കഴിയുക, എറേസർ കൊണ്ട് വായിക്കാൻ കഴിയുക, ബട്ടൺ ഇടാൻ കഴിയുക, സ്പൂൺ പിടിക്കാൻ കഴിയുക, അങ്ങനെ വിരലുകളെ കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇത് കുട്ടികൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട കഴിവാണ്. സ്ഥൂലപേശി നൈപുണ്യം, ഗ്രോസ് മോട്ടോർ സ്കിൽസുകൾ. കുട്ടികൾക്ക് ഓടാനും ചാടാനും ചവിട്ടാനും അതുപോലെ കാലുകളെ കൊണ്ടും കൈകളെ കൊണ്ടുമുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഒമ്പതാമത്തേതാണ് ഡയറക്ഷൻസുകൾ മനസ്സിലാക്കാൻ കഴിയുക. അതായത് വലത്തോട്ട് പോകാൻ പറയുക, ഇടത്തോട്ട് പോകാൻ പറഞ്ഞാൽ മേലെ, താഴെ, മുമ്പോട്ട്, പിന്നോട്ട്, ഇങ്ങനെ ദിശകൾ മനസ്സിലാക്കാൻ കഴിയുക. ദിശകൾ മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് എഴുതാനും അതുപോലെ പഠിക്കാനും വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ ദിശകൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മദർസകളിലൊക്കെ ആ ഒരു രൂപം സ്വീകരിക്കാറുണ്ടായിരുന്നു. അറബിയിൽ യമീൻ, ഷിമാൽ, വറ, അമാം, ഇങ്ങനെ ആ ഭാഗങ്ങൾ കുട്ടികൾക്ക് തിരിച്ചറിയാം. പഴയ ആളുകൾക്ക് പറയാറുണ്ട് വടക്കും തെക്കും അറിയാത്ത ആളുകളാണ്. കാരണം ഭാഗങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. പത്താമത്തത് കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നത് വാചാരതയാണ്, വെർബൽ എക്സ്പ്രഷൻ. അതായത് വാക്കുകൾ കൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ചിത്രങ്ങൾ കാണിച്ച് ചിത്രങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തത്തെക്കുറിച്ച് പറയാനോ ആശയങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. പിന്നെ അങ്ങനെ പറയാനുള്ള കഴിവ് 6 വയസ്സ് അതിന് മുമ്പ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ അവിടെയാണ് നമ്മൾ ഈ വിക്ക്, കൊഞ്ഞ, അതുപോലെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ സഹായം ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ കുട്ടികൾക്കുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. 11ാമത്തതാണ് ലെറ്റർ ക്ലാരിറ്റി, അക്ഷരസ്ഫുടത. അതായത് ഖ പറയേണ്ടത് ചില കുട്ടികൾ ത പറയുന്നുണ്ടാവും. അതുപോലെ ക്ഷ എന്നുള്ള അക്ഷര കുട്ടികൾക്ക് പറയാൻ കഴിയാതെ സ്ക എന്ന് പറയുന്ന കുട്ടികളുണ്ടാകും. അത് എക്സ് എന്ന് പറഞ്ഞാൽ എസ്ക് എന്ന് പറയുന്ന കുട്ടികൾ. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ മാറി പറയുന്ന കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ പഠനത്തിൽ പിന്നിലാവാനും, പഠന വൈകല്യമുള്ള കുട്ടികൾക്ക്, ശ്രദ്ധയില്ലാത്ത കുട്ടികൾ, ഓട്ടിസം ഉള്ള കുട്ടികൾ, ഇങ്ങനെ പലതരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികൾക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ അക്ഷരസ്ഫുടത കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ 6 വയസ്സാകുന്നതിന് മുമ്പ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. 12ാമത്തെ കഴിവ് എന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ അനുസരിക്കാനുള്ള കഴിവ്. കുട്ടിയോട് നമ്മളൊരു ബാഗ് എടുത്ത് ബാഗും ബുക്കൊക്കെ ആ ബാഗിലിട്ട് മോൻ അവിടെ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ, നല്ല ഒരു നിർദ്ദേശങ്ങൾ അനുസരിക്കാനുള്ള കഴിവുള്ള കുട്ടിയാണെങ്കിൽ ആ ബാഗ് ബുക്കൊക്കെ അതിലിട്ട് അവൻ കൊണ്ടുപോയി അവൻ്റെ സ്റ്റഡി ടേബിളിൽ കൊണ്ടുപോയി വെക്കും. അതേസമയത്ത് നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കഴിയാത്ത കുട്ടിയാണെങ്കിൽ അവിടെ ബുക്ക് അവിടെ മറന്നു പോയിട്ടുണ്ടാവും, ഉള്ള ബാഗ് മാത്രം കൊണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾക്ക് അത് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് അനുസരണ കുറവുണ്ടാവും, വാശി ഉണ്ടാവും, പഠിക്കാൻ കഴിയില്ല. നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ഒരു ഗ്ലാസ് എടുത്ത് ഇതിനെ അവിടെ കൊണ്ടുപോയേക്ക്, അല്ലെങ്കിൽ ഒരു വെള്ളം അവിടെ വെച്ച് അതിന് ഇങ്ങോട്ട് കൊണ്ടുത്താ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. 13ാമത്തെ കഴിവാണ് നിർദ്ദേശങ്ങൾ നൽകാനുള്ള കഴിവ്. അപ്പോൾ നമ്മളോട് ചെറിയ ഒന്നിച്ചുള്ള കുട്ടികളോടോ അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോ, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, കുട്ടിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കുട്ടി നൽകുന്നുണ്ടോ എന്നുള്ളത്. 14ാമത്തെ കഴിവാണ് തന്നെ കുറിച്ച് പറയാനുള്ള കഴിവുകൾ. കുട്ടിയുടെ പേര്, കുട്ടിയുടെ ഉമ്മയുടെ പേര്, കുട്ടിയുടെ അച്ഛൻ്റെ പേര്, കുട്ടിയുടെ വീട്, അതുപോലെ എത്രാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് ചോദിച്ചാൽ ചില കുട്ടികൾക്ക് പറയാൻ കഴിയില്ല. ചില കുട്ടികൾ ഞാൻ 10ാം ക്ലാസ്സിലാണെന്നൊക്കെ പറയും. അതുപോലെ അച്ഛൻ്റെ പേര് പറയാൻ അറിയില്ല, വീട് അറിയില്ല. അങ്ങനെ സ്വന്തത്തെക്കുറിച്ച് പറയാനുള്ള കഴിവുകൾ 6 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. 15ാമത്തെ കഴിവാണ് അക്ഷരങ്ങൾ തിരിച്ചറിയുക. അത് ഇംഗ്ലീഷ്, അറബി എന്നല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഈ അക്ഷരങ്ങൾ തിരിച്ചറിയാത്ത കുട്ടികൾക്ക് പിന്നീട് പഠനത്തിൽ പ്രയാസമായിരിക്കും. ഈ അക്ഷരങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതും 6 വയസ്സാകുന്നതിന് മുമ്പ് അക്ഷരങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതും അടിസ്ഥാന കഴിവുകളിൽ പെട്ടത് തന്നെ. 16ാമത്തതാണ് അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ, ഫോണിക്സുകൾ. അതിൻ്റെ ശബ്ദങ്ങൾ, ഇപ്പോൾ ബി എന്നുള്ളതും പി എന്നുള്ളതും രണ്ടും വ്യത്യാസം. അതുപോലെ അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതും ആ കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. 17ാമത്തെ കഴിവാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, വലിയ അക്ഷരങ്ങൾ കുട്ടികൾക്ക് തിരിച്ചറിയുന്നുണ്ടോ. അതുപോലെ 18ാമത്തതാണ് ചെറിയ അക്ഷരങ്ങൾ, സ്മാൾ ലെറ്റേഴ്സ്, അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ. ഏത് ഭാഷയിലാണെങ്കിലും അത് നമുക്ക് നോക്കാം. 19ാമത്തതാണ് ന്യൂമറിക് സ്കെയിലുകൾ, അതായത് നമ്പേഴ്സ് കുട്ടികൾക്ക് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഈ അറിയാത്ത കുട്ടികളായിരിക്കും ചിലപ്പോൾ 9 എന്നതിനെ 6 എന്നും 6 എന്നതിനെ 9 എന്നും തിരിച്ചും മറിച്ചൊക്കെ വായിക്കുക. അപ്പോൾ ഈ ന്യൂമറിക് നമ്പേഴ്സുകൾ കുട്ടികൾക്ക് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനും
തിരിച്ചറിയാനുള്ള കഴിവുകൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം 6 വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ. 20ാമത്തെ ഒരു കഴിവ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ഓർഡറിൽ പറയാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടോ എന്നുള്ളതാണ്. ചില കുട്ടികൾ 1 മുതൽ 10 വരെ എണ്ണും, പക്ഷെ അതിൻ്റെ ഇടയിൽ 5ഓ 6ഓ ഏതെങ്കിലും ഒരു നമ്പർ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ വിട്ടുപോകുന്ന അവസ്ഥ കുട്ടികൾക്കുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കാവസ്ഥ, ബാക്ക്വേർഡ്നെസ്, അതുപോലെ വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾ ഓർഡറിൽ ആ നമ്പേഴ്സുകൾ എണ്ണാൻ കഴിയുന്നുണ്ട്. സമയം നോക്കാൻ പറയുക, അതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പറുകൾ വായിക്കാൻ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് കുട്ടികളെ അത് മനസ്സിലാക്കാൻ കഴിയും. 21ാമത്തെ കഴിവാണ് വാചക സ്മൃതി. അതായത് കുട്ടികൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്നുണ്ട്. ഇത് കേട്ട കാര്യങ്ങൾ, ഏതെങ്കിലും നമ്മൾ കഥ പറയുന്നു സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയാൽ പാട്ട് കുറച്ച് സമയം കൊണ്ട് ചെറിയ പാട്ടുകൾ പാടാൻ കഴിയുന്നു. എന്തെങ്കിലും വാക്കുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ കൊടുത്താൽ അത് ചെറിയ വാക്കുകൾ ബൈഹാർട്ട് പഠിക്കുന്നു. അങ്ങനെ ചെറിയ കഥകൾ ഓർത്തതുപോലെ പറയാൻ കഴിയും. ഇങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത് ഓർത്ത് പറയാനുള്ള കഴിവുകൾ കുട്ടികൾക്കുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം. ഈ പറഞ്ഞ 21 അടിസ്ഥാന കഴിവുകൾ 6 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ 21 കഴിവുകളിൽ ഏതെങ്കിലും ഒരു കഴിവ് കുട്ടികൾക്കില്ലെങ്കിൽ ആ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള കൃത്യമായ പരിഹാരം നമ്മൾ നൽകണം. നൽകിയില്ലെങ്കിൽ കുട്ടിയുടെ പഠനത്തെയും കുട്ടിയുടെ ഭാവിയെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്.